കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നിർണായക ചർച്ച വൈകിട്ട് നടക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ 4 മണിക്കാണ് ചർച്ച. വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിവരെ ഹൈക്കമാൻഡ് വിളിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ ഉമ്മൻചാണ്ടിയുടെ ഫ്ലെക്സ് നശിപ്പിച്ചതിനെതിരെ കെ.പി.സി.സി ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകി. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലവും തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോടും ചേരുന്നുണ്ട്. ആദ്യം തൗഫീഖ് അസ്ലത്തിലേക്ക്. തൗഫീഖ്, ഇന്ന് വൈകിട്ടോടുകൂടി ആ സസ്പെൻസ് പൊളിയുമ്പോൾ ആരാകും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? വിനിഷ, വൈകുന്നേരം 4 മണിക്കാണ് യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 മണി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ നേതാക്കൾ ഖർഗെയുടെ വീട്ടിലേക്ക് എത്തിത്തുടങ്ങും. പ്രധാനമായും വി.ഡി. സതീശനും സണ്ണി ജോസഫും ഒപ്പം രമേശ് ചെന്നിത്തലയുമായിരിക്കും ചർച്ചയിലേക്ക് ആദ്യം എത്തുക. പിന്നാലെ കെ.സി. വേണുഗോപാലും എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. ഈ 4 ആളുകളും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ വസതിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവരോട് ഇന്ന് 4 മണിക്ക് യോഗത്തിനായിട്ട് ചർച്ചകൾക്കായിട്ട് ഇങ്ങോട്ട് എത്താനായിട്ടുള്ള നിർദ്ദേശമാണ് നേരത്തെ നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേതാക്കൾ വൈകുന്നേരം ഇങ്ങോട്ട് എത്തുന്നത്. പ്രധാനമായും ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇന്ന് വിശദമായിട്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചർച്ച ചെയ്യും. ആ ചർച്ചയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഹൈക്കമാൻഡിന്റെ നിലപാട് നേതാക്കളെ അറിയിക്കുമെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ആ വിവരങ്ങൾ. ഒരു പേരായിരിക്കും ഹൈക്കമാൻഡ് ഈ നേതാക്കളെ അറിയിക്കുക. ആരായിരിക്കും ആ മുഖ്യമന്ത്രി എന്ന കാര്യം അറിയിച്ചതിന് ശേഷം മറ്റുള്ള ആളുകൾ, പ്രത്യേകിച്ച് 3 ആളുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആ 3 ആളുകളിൽ ആർക്കെങ്കിലും ഒരാൾക്കായിരിക്കും ആ സ്ഥാനം ലഭിക്കുക. അപ്പോൾ മറ്റു 2 ആളുകളോട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കൂടുതൽ നടത്തേണ്ടി വരും. അവരെ അനുനയിപ്പിക്കേണ്ടി വരും. അതെങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ കൂടി ഇന്ന് നടക്കുന്ന ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും കെ.സി. വേണുഗോപാൽ അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ടാണ് പോയത് എന്നറിയില്ല. ഒപ്പം വി.ഡി. സതീശനും സണ്ണി ജോസഫും നിലവിൽ കേരള ഹൗസിലാണുള്ളത്. കേരള ഹൗസിൽ നിന്നും അവരും അല്പസമയത്തിനകം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഈ വസതിയിലേക്ക് എത്തും. വിശദമായിട്ടുള്ള ചർച്ചയായിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് ആ നിരീക്ഷകർ കേരളത്തിലെത്തുകയും എം.എൽ.എമാരുടെ അടക്കം അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അത് മല്ലികാർജ്ജുൻ ഖാർഗെയെ നേരിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് അടക്കം പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുക. എം.എൽ.എമാരുടെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് കെ.സി. വേണുഗോപാലിനാണ്. അതേസമയം ഘടകകക്ഷികളുടെ പിന്തുണ കൂടുതലുള്ളത് വി.ഡി. സതീശനാണ്. അതുകൊണ്ട് എന്ത് തീരുമാനമാണ് ഹൈക്കമാൻഡ് എടുക്കുക എന്നുള്ളൊരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയോ നാളെ രാവിലെയോട് കൂടിയോ ഹൈക്കമാൻഡിൽ നിന്നും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നിലവിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തെ ചർച്ചയിൽ തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം നാളെയോ ഒക്കെയായിട്ട് തമിഴ്നാട്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ഉണ്ടെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടേക്ക് പോകും. അതുകൊണ്ട് ഇന്ന് രാത്രിയോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കാനായിട്ടാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തന്നെ നേതാക്കളോട് ഖാർഗെയുടെ വസതിയിലെത്താനും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താമെന്നിപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ 3 നേതാക്കളും, പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലും വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അവരുടെ ആവശ്യങ്ങൾ ഖാർഗെയുടെ മുന്നിൽ അറിയിക്കും. ഇതിനോടകം തന്നെ കെ.സി. വേണുഗോപാലിന്റെ മനസ്സിൽ എന്താണ് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിനൊരു വ്യക്തതയുണ്ട്. കാരണം കെ.സി. വേണുഗോപാൽ നിരന്തരം ഇവരുമായി ബന്ധപ്പെടുന്ന ഒരാളാണ്, സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കെ.സി. വേണുഗോപാലിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഹൈക്കമാൻഡിനുണ്ട്. ഖാർഗെക്കുണ്ട്, രാഹുൽ ഗാന്ധിക്കുണ്ട്, ഈ പ്രമുഖ നേതാക്കൾക്ക് എല്ലാവർക്കുമുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും എന്താണ് പറയാനുള്ളത് എന്നാണ് ഇനിയിപ്പോൾ ഹൈക്കമാൻഡിനെ കേൾക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവരെ 2 പേരെയും വിശദമായിട്ട് തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ കേൾക്കും. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. രാഹുൽ ഗാന്ധി ഇതുവരെയും ഇങ്ങോട്ട് എത്തിയിട്ടില്ല. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയും അല്പസമയത്തിനകം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തും. ഒപ്പം നിരീക്ഷകരുണ്ടാകും. ദീപാദാസ് മുൻഷിയും ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ ആരും തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. 4 മണിക്കാണ്. ഇനി കുറച്ച് സമയം കൂടിയാണ് ബാക്കിയുള്ളത്. അതിനുള്ളിൽ തന്നെ എല്ലാവരും ഇവിടേക്ക് എത്തുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ഇന്ന് വൈകുന്നേരത്തു കൂടി തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.